അഗ്രേ പശ്യാമി നാഭീകമലമതിലിരിക്കുന്ന കർത്തവ്യമൗഢ്യം ഹൃദ്യം തൃക്കാലൊഴിഞ്ഞിട്ടുലകിനി മുലയൂട്ടുന്ന മാതൃത്വയോഗം സൃഷ്ടിക്കർത്ഥം രചിക്കും നയനചലനമന്യൂനമാ പുഞ്ചിരിപ്പൂവിത്തിക്കും പുണ്യമോമൽ പുലരികളൈ ചേക്കേറിടും പത്മരാഗം. ഭഗവാനേ ഭക്തവത്സല, അങ്ങയുടെ കഥ പറയാനും അങ്ങയെ ദർശിക്കാനും അങ്ങയെ നമസ്കരിക്കാനും ഈ ജന്മം തന്ന അവിടത്തേക്ക് കോടി കോടി നമസ്കാരം ഭഗവാനെ. ഇന്നലെ നമ്മള് എവിടെയാ പറഞ്ഞു വെച്ചതാവോ? ഭഗവാനോട് പേരിങ്ങനെ പേടിച്ചിട്ട് യാദവന്മാർ ഓരോരു കാര്യം പറയുന്നത്. പേടിച്ചിപ്പോ യാദവന്മാർക്ക് ഈ മധുരം ഉപേക്ഷിക്കണമെന്നില്ല. ഭഗവാൻ പറഞ്ഞു നമുക്ക് മധുരം ഉപേക്ഷിക്കൽ മാത്രമേ തൽക്കാലം രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആർക്കും അത്ര ഒരു താല്പര്യമില്ല വിഷയമല്ല അത്. ഏത് മധുരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താ വേണ്ട ഭഗവാൻ? ചിലവർ ചോദിക്കുന്നു, അതിന് നമ്മളിപ്പോ എവിടേക്കാ പോവുക മാധവ? മധുരയിൽ എവിടെ നമ്മൾ പോയി ഒളിക്കുക എന്ന് ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു, മധുരയിൽ ഒളിച്ചാൽ ശത്രുക്കളുടെ കരത്തിലകപ്പെടും, അത് ഉറപ്പല്ലേ, അത് പാടില്ല. ഒളിച്ചൊളിയല്ലല്ലോ ഇത്. കൂക്കൂ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് അതല്ല, ഇത് ജീവൻ മരണ പോരാട്ടാണ്. നമുക്ക് മുന്നിൽ ഒരൊറ്റ മാർഗം അവശേഷിക്കുന്നുള്ളൂ, മധുരം ഉപേക്ഷിക്കുക. കേശവന്റെ വാക്കുകൾ കനത്ത നിശബ്ദമാണ്. സൂചി വീണാല് ശബ്ദം കേൾക്കുന്ന നിശബ്ദത ഉണ്ടാക്കി അവിടെ. യാദവന്മാരിൽ മിക്ക പേർക്കും മധുരം ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. എന്താ ഇവിടെ തന്നെ അവര് ഒരു വളക്കൂറായി പോയില്ല. അവർക്ക് ജനിച്ചു വളർന്ന മണ്ണ്, നല്ലൊരു സ്ഥലം ഒക്കെ എങ്ങനെ എടുത്തിട്ട് പോവുക? മുതുമുത്തച്ഛന്മാർ തുടങ്ങി എത്രയോ ആളുകളുടെ അധ്വാനമാണ് മധുരാ നഗരം. അതിന് പിന്നില് എന്നേക്കുമായി അത് ഉപേക്ഷിച്ചു പോവുക കഠിനമല്ലേ? പോകാതിരുന്നാലോ മരണം നിശ്ചയവും. എന്ത് വേണമെന്നറിയാതെ യാദവർ ഉഴന്നു. അവർക്ക് മുമ്പിൽ ഒരു ലക്ഷ്യം ഒന്നും കാണുന്നില്ല. മാധവൻ വീണ്ടും പറഞ്ഞു, പ്രിയപ്പെട്ട യാദവരെ, നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാകും. പക്ഷേ കാലയവനും ജരാസന്ധനും കത്തിച്ച് ചാമ്പലാക്കുന്ന മധുരയിൽ നാം എങ്ങനെ വസിക്കും? അവർ മധുരാ നഗരത്തെ പൊതിയും മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഒരു സ്ഥലം മാത്രമേ പോകുവാൻ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ, കുശസ്ഥലി. സമുദ്രത്തിന്റെ കരയിലുള്ള മനോഹര പ്രദേശമാണത്. അതിന്റെ പടിഞ്ഞാറുള്ള കര ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അവിടം നമ്മുടെ പിതൃഭൂമിയാണ്, അവിടെ നമുക്ക് വസിക്കാം. അതാണ് കുശസ്ഥലി. ദ്വാരകയുടെ അടുത്ത്. പെട്ടെന്ന് സത്രാജിത്തും കുറച്ച് യാദവരും പറഞ്ഞു, ദൈവത പർവ്വതത്തിന്റെ തടമാണ് കുശസ്ഥലി, അവിടം വളരെ ദൂരെയല്ലേ? അന്നേരം ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, അല്പം ദൂരെയാണ് ആ സ്ഥലം. അതുകൊണ്ട് തന്നെ ജരാസന്ധനും കാലയവനും അവിടെ വരികയില്ല. ആ സ്ഥലം കുറച്ച് ദൂരെ ആയതുകൊണ്ട് അവിടേക്ക് അവർ വരില്ല. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം നിങ്ങൾ നിർദ്ദേശിക്കും, നമുക്ക് അങ്ങോട്ട് പോകാം. യാദവർ പണ്ടേ അലഞ്ഞു തിരിയുന്ന ജനതയാണല്ലോ. എന്നാൽ അവർ ഒന്നിച്ചു സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് പുല്ലുള്ള സ്ഥലം നോക്കി അവർ കുടിമാറി താമസിക്കുന്നു എന്നാണ് അവർ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളതെന്ന് വിളിക്കുന്നു. ഇല്ല, പുല്ലുള്ള സ്ഥലത്തേക്ക് മാറി 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 ഇങ്ങനെ പോകും അവര്. ഒരു പ്രാവശ്യം കൂടി മാറി താമസിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. യാദവർക്ക് ഒരു പുതിയ ജീവിതം അവിടെ നിന്നും ആരംഭിക്കാം. കരുത്തും ശക്തിയുമുള്ള ഒരു ജനത അവിടെ വളർന്നു വരും. തീർച്ചയാണ്, ഞാനല്ല പറയുന്നത്. എല്ലാ ഐശ്വര്യവും യാദവർക്ക് ലഭ്യമാകും. യാത്ര അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. മണൽ പ്രദേശത്തിലൂടെ കടന്നു പോകണം. മികച്ച ലക്ഷ്യത്തിലേക്ക് കഠിന യാത്രകൾ തന്നെ വേണ്ടി വരില്ലേ? അത് പ്രകൃതി നിയമമാണ്. ജ്യേഷ്ഠനും ഉദ്ധവനും നിങ്ങൾക്ക് വഴികാട്ടിയാകും. ഇതല്ലാതെ നിങ്ങളെ ക്രൂര മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു.
യാദവ പ്രമുഖരിൽ ചിലർ പറഞ്ഞു, കേശവൻ ഞങ്ങളോടൊപ്പം വരുന്നുല്ലേ? മാധവൻ പറഞ്ഞു, ഇല്ല, ഞാൻ മധുരയിൽ തന്നെ കഴിയും. യാദവരിൽ അവസാനത്തെ വ്യക്തിയും മധുര വിടും വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇവിടെ നിൽക്കുന്നത് കാലയവനും ജരാസന്ധനും എത്തിയാൽ അവര് നിങ്ങളുടെ പിന്നാലെ അയക്കാതെ തടയുവാനാണ്. അവരുടെ ലക്ഷ്യം ഞാനാണല്ലോ. അപ്പൊ ഭഗവാന്റെ വാക്കുകൾ മാനിച്ച് എല്ലാവരും എഴുന്നേറ്റു. യാത്ര ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ മധുര, മനോഹരമായ മധുര, അവിടെ തങ്ങളുടെ ഉന്മേഷവും ഉണർവും ഊർജവും തങ്ങി നിൽക്കുന്നു. മനോരഞ്ജകമായ ആ സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നതിലുള്ള വൈമനസ്യം അവരുടെ മാനസികമായി തളർത്തി. പക്ഷെ ജീവിതമാണല്ലോ പ്രധാനം. പോകാതെ വയ്യ. ഓരോരുത്തരും വ്യത്യസ്ത ചിന്തകളോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ആ രാത്രിയിൽ തന്നെ മധുരാ നഗരം ഉപേക്ഷിക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ഇനി ഒരിക്കലും തങ്ങൾ ഈ നഗരത്തിലേക്ക് മടങ്ങുകയില്ല. എല്ലാവരുടെയും മനസ്സ് മന്ത്രിച്ചു. എടുക്കാവുന്ന അത്രയും സമ്പാദ്യങ്ങൾ, ഭാണ്ഡങ്ങളിൽ എപ്പോഴത്തും ജീവിക്കണ്ടേ, സമ്പാദ്യം കൊണ്ടുപോകാതിരുന്നാല് ഭാണ്ഡങ്ങളിലാക്കി ഓരോ യാദവ കുടുംബവും വേദനയോടെ യാത്രക്കൊരുങ്ങി. കഴുതകളും കുതിരകളും തേരുകളും യാത്രക്കൊരുക്കി നിർത്തി. തമസിന്റെ നിഗൂഢതയിൽ തന്നെ മധുര ഉപേക്ഷിക്കണം. സൂര്യവെളിച്ചൽ സൗന്ദര്യം തൂകി നിൽക്കുന്ന നഗരം വിട്ടുപോകാനാവൂല. മനസ്സ് വരില്ല, വല്ലാതെ നോവും. അതുണ്ടാവരുത്. ഉപേക്ഷിച്ചു പോകുമ്പോൾ പിന്നിലേക്കൊന്ന് നോക്കിയാൽ ഇരുട്ട് മാത്രമേ അവശേഷിക്കാവൂ. എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ചു. ഏക മനസ്സോടെയാണ് ഇപ്പൊ എല്ലാവരും പോകുന്നത്. ജീവിതം പറിച്ചു നടുകയാണ്. ഈ പലായനത്തിന് ശേഷം എത്ര പേർ അവശേഷിക്കുമെന്ന് ആർക്കറിയാം. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും തേരിൽ കയറി. കേശവന്റെ ചാടുവാക്ക് കേട്ട് നഗരം ഉപേക്ഷിക്കുന്നത് തെറ്റാണെന്ന് ചില യാദവന്മാർ കരുതി. അവർ പ്രവാസികളോട് തീർത്തു പറഞ്ഞു, മധുര കത്തിച്ചാമ്പലാകുമായിരിക്കും, എന്നാലും ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നും വരുന്നില്ല. ഞങ്ങളുടെ സ്വപ്നവും സത്യവും ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ പ്രവാസികൾ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, മറ്റു മാർഗമില്ല. ഭീതിയോടെ വസിക്കുന്നതിനേക്കാൾ നന്ന് ശാന്തി തേടി അലയുകയല്ലേ. തേരുകൾ അങ്ങനെ ചലിച്ചു. കഴുതകൾ പതുക്കെ നടന്നു. കുതിരകൾ യോദ്ധാക്കളുമായി മുന്നോട്ട് പോയി. യാത്ര അവരുടെ പിതൃഭൂമി തേടിയുള്ള യാത്ര ആരംഭിച്ചു. അത് അന്യ സ്ഥലമല്ല, അവർക്ക് അവകാശപ്പെട്ടതിന് അവരുടെ പിതൃക്കളുടെ സ്ഥലമാണത്. ആ യാത്ര വളരെ ക്ലേശപൂർണമായിരുന്നു. മുന്നിൽ ഒരു കുതിരപ്പുറത്ത് ബലരാമനാണ് യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു തേരിൽ ഉഗ്രസേനൻ, വസുദേവർ, അക്രൂരർ തുടങ്ങിയവർ കയറി. മനോഹരമായ ഒരു തേരിൽ ഗർഗാചാര്യൻ ശോഭിച്ചു. ദേവകിയും മറ്റു സ്ത്രീകളും മൂകരായി തേരിലിരുന്നു. കുട്ടികൾ ചിലർ ഉണർന്നിരുന്നു, മറ്റുള്ളവർ ഉറങ്ങി. അവരുടെ മുഖങ്ങളിൽ ഭയത്തിന്റെ ഛായ വീണിരുന്നു. പാവങ്ങൾ എന്നെപ്പ. കേശവൻ ബലരാമന്റെ പിന്നിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുതിരവണ്ടിയിൽ ഒറ്റക്കാണ് ഇരുന്നിരുന്നത്. മാധവൻ കഠിനമായ ചിന്തയിലായിരുന്നു. ആ യാത്രാസംഘം കാളിന്തി തടത്തിലെത്തി. കേശവൻ ബലരാമനോടും അക്രൂരനോടും ഉദ്ധവനോടും പറഞ്ഞു, നദി കടക്കുന്നതുവരെ നിങ്ങളെ ഞാൻ പിന്തുടർന്നു. ഇനി കാളിന്തി കടന്ന് വേഗത്തിൽ പോവുക. ഈ ഭാഗത്ത് ആഴം കുറവാണ്. ഇങ്ങനെ പറഞ്ഞ കേശവൻ കാളിന്തി തീരത്ത് ഒരു സ്ഥലം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വേഗത്തിൽ തന്നെ ഭാണ്ഡങ്ങൾ അക്കരയാക്കുക. ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വഴി തെളിക്കും. ഓ എന്റെ ഉണ്ണി. ഉഷസ്ഥലിയിലെത്തുന്നതുവരെ മേഘങ്ങൾ വർഷിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് വാതാനുകൂലത്തോടെ ശുഭമാകും യാത്ര. ഏറെ താമസിച്ചാതെ നമുക്ക് വീണ്ടും കാണുകയും ചെയ്യാം. സങ്കടപ്പെടരുത് കേട്ടോ. എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുത്തു അവർക്ക്. ഇങ്ങനെ പറഞ്ഞ് കേശവൻ ചക്രവാളത്തിലേക്ക് നോക്കി. ആയിരക്കണക്കിന് ചൂട്ടുകറ്റകൾ നീങ്ങി വരുന്ന കാഴ്ചയാണ് കേശവൻ കണ്ടത്. യാദവരെ, ചക്രവാളത്തിലേക്ക് നോക്കൂ. അനേകം തീജ്വാലകൾ. കാലയവനന്റെ വരവാണ്. അവനെ വധിക്കുവാൻ നമുക്കാവുകയില്ല. ഏതോ ഗ്രാമമോ നഗരമോ കൊള്ളയടിച്ച് തീവെച്ചവൻ മധുര ലക്ഷ്യമാക്കി വരികയാണ്. ഇത് നോക്കി ദിശ അറിഞ്ഞു കരുതിയിട്ട് വേണം പോകാൻ. സാത്വികയുടെയും ഉദ്ധവന്റെയും ഹൃദയം നടുങ്ങിപ്പോയി. ശത്രുവിന്റെ പാദചലനം കേൾക്കാം. അത്ര അടുത്താണ് അവർ. ഒരു വഴിയെ ശത്രു നീങ്ങുന്നു, മറുവഴിയെ രക്ഷപ്പെടേണ്ടവർ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നീങ്ങുന്നു. എന്തൊരു കഷ്ടാ നോക്കിക്കോ. രാഷ്ട്രതന്ത്രത്തിന്റെ ഉന്നതമായ രീതിയാണിത്. ഇത് കണ്ട് സാത്വികി പറഞ്ഞു, കേശവ, നിന്റെ ബുദ്ധി വിശാലവും ശ്രേഷ്ഠവും തന്നെ. നിന്റെ ചിന്തകളോ സാധാരണക്കാർക്ക് അജ്ഞാതവും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭഗവാനെ, മനുഷ്യൻ ഗുണമായാലും ദോഷമായാലും ഒന്ന് കാണുമ്പോൾ നീ 7 കാണുന്നു. യാഥാർത്ഥ്യം അറിഞ്ഞ് നീ കർമ്മനിരതനാവാതിരുന്നെങ്കിൽ ഈ താവളമടിച്ചിരുന്നവരിൽ എത്ര പേർ ശേഷിക്കും?
ആരും ശേഷിക്കൂല. കേശവ, എനിക്കൊരമർഷം നിന്നോടുണ്ട്. നീ ഞങ്ങളുടെ കൂടെ കുശസ്ഥലിക്ക് വരുന്നില്ലല്ലോ ഇന്ന്. സാത്വികി പറയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, സാത്വികി, നിങ്ങളുടെ ആത്മാർത്ഥത എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ മധുരയിൽ ഞാൻ ഉണ്ടായേ തീരൂ, മറ്റൊന്നിനുമല്ല. കാലയവനെ വകവരുത്തുവാൻ. ശക്തിമാനെ തന്ത്രം കൊണ്ട് മാത്രമേ പരാജയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രമീമാംസയിലെ മുഖ്യധാരകളാണ് സത്യവും തന്ത്രവും. അതിന്റെ സൂക്ഷ്മ സമന്വയം സത്യം തന്നെ ആയിരിക്കും. ഞാൻ ഇപ്പോൾ അതുകൊണ്ട് മടങ്ങുന്നു. ഇങ്ങനെ പറഞ്ഞ് ദേവകി ഇരിക്കുന്ന തേരിനടുത്തേക്ക് കേശവൻ നടന്നു. യഥാർത്ഥത്തിൽ അതുവരെയും കേശവൻ യാത്രയിലുണ്ടെന്നാണ് ദേവകി ധരിച്ചിരുന്നത്. എന്നാൽ മാധവൻ തങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന് അറിഞ്ഞതോടെ ദേവിയുടെ ഹൃത്തടം ഉരുകി. മധുരയിൽ നിന്നാൽ അപകടം സുനിശ്ചിതമാണ്. 2 ഭീകര രാജാക്കന്മാരാണ് കേശവനെതിരെ വരുന്നത്. അവരെ തടയുവാൻ ഒറ്റയ്ക്ക് മാധവന് കഴിയുമോ? മാതൃത്വം വേദന കൊണ്ട് പൊളഞ്ഞു. പാവല്ലേ അമ്മ. മാതാവിനെ മാധവൻ ആശ്വസിപ്പിച്ചു. അല്പനിമിഷങ്ങൾക്ക് ശേഷം മാധവന്റെ ഒറ്റ കുതിരവണ്ടി തമസിലേക്ക് ഊളിയിട്ട് മറന്നു. അമ്മയോട് പറഞ്ഞു, അമ്മ സങ്കടപ്പെടണ്ട, ഞാൻ എത്രയും പേര് അമ്മയുടെ അടുത്ത് എത്തിക്കോളാം. അമ്മയുടെ മകനല്ലേ പറയുന്നത്, പിന്നെന്ത് ഇത്ര പേടി? വേദനയുടെ കറ്റയായി ദേവകി ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ആ ഉണ്ടായ അന്ന് തൊട്ടിട്ട് ഈ അമ്മക്ക് ഈ മോനെ വിചാരിച്ചിട്ട് സങ്കടമല്ലാതെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ? കാളിന്തി തടത്തിലിരുന്ന യാദവർ ശത്രുരാജാക്കന്മാർ ഉയർത്തിയ തീപ്പന്തങ്ങൾ കണ്ടു. ചക്രവാളത്തിനടുത്ത് കാട്ടുതീ പോലെ പടർന്നു കയറുന്നു. ഇത്രയും വേഗം നദി കടക്കണം, കുശസ്ഥലിലെത്തിയേ വിശ്രമിക്കാവൂ. കേശവന്റെ ബുദ്ധിയിൽ അഭിമാനം തോന്നിയ യാദവർ വളരെ വേഗത്തിൽ കാളിന്തി കടന്നു. മലകളും പുഴകളും പുരങ്ങളും കടന്ന് ആ യാത്ര ഇങ്ങനെ കഴിക്കാൻ ഭക്ഷണമുണ്ടോ ഒന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര്. ഇനി നമുക്ക് എന്താ ആ ദുഷ്ടനായ കാലയവനെ ആ ഭഗവാൻ എന്താ പറയുക, ത്രൈലോക്യനാഥനായ ഗുരുവായൂരപ്പൻ വധിക്കുന്ന നമുക്ക് കാണണ്ടേ? പശ്യാമി വേദപ്പൊരുളുകൾ പൊരുളായി കണ്ട് കൂപ്പുന്ന സത്യം, സൽക്കാവ്യങ്ങൾക്ക് സത്തായി മരുവിയ കരുണാസാഗരത്തിന്റെ തത്വം, മുട്ടാതോരോ യുഗത്തിൻ മുറിവിലും ഒഴുകിച്ചേർന്നിടും പുണ്യതീർത്ഥം, തൃക്കാലോർക്കുന്ന ദുഃഖങ്ങളെ അമരപദം ചേർത്തു നിർത്തും ഉമർത്ഥം. ഇനി നമുക്ക് ആ ഭഗവാൻ, ആ ത്രൈലോക്യനാഥനായ ഗോപികാനാഥനായ ഭഗവാൻ കാലയവനെ വധിക്കുന്നതാണ് നമുക്ക് കാണാനുള്ളത്. ഭഗവാൻ മധുരയിലേക്ക് തന്നെ മടങ്ങിയെത്തി. നിശബ്ദത ഭരണം നടത്തുന്ന മധുരാനഗരം. തെരുവിലൂടെ ഏകനായി വാസുദേവൻ സഞ്ചരിച്ചു. പിതാക്കളും ഭൃത്യരുമില്ലാത്ത ഭവനം ഇരുളിന്റെ വന്യമായ ഏകാന്തതയിൽ മുങ്ങി നിൽക്കുന്നത് കണ്ട് കേശവൻ അല്പനേരം നിന്നു. പിന്നെ ഭവനത്തിന്റെ ഒരു കോണിലിരുന്ന് ധ്യാന നിമഗ്നനായി. ഗോപികാരമണൻ എവിടെ പോയി? ഗോലോകത്തിലേക്ക് പോയി അദ്ദേഹം മനസ്സുകൊണ്ട്. വാസുദേവൻ അലൗകികമായ ഒരു പ്രകാശത്തിൽ കുളിച്ചു നിന്നു. അങ്ങനെയാണ് കുറച്ചു സമയം ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാനി പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പ്രകാശം ഉണ്ടാവും. മഞ്ഞുതുള്ളികളോടൊപ്പം നിമിഷങ്ങളും കൊഴിഞ്ഞു വീണു. പ്രഭാതം വിടർന്നു. അരുണാഭ കുറഞ്ഞ് കാർമേഘം നിറഞ്ഞ പ്രഭാതം. ഏതോ കറുത്ത നിമിഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങും പോലെ ആയിരുന്നു അന്നത്തെ പ്രഭാതം. ശൂന്യമായ തെരുവുകൾ, ആളൊഴിഞ്ഞ ഉത്സവ സ്ഥലം പോലെ വിരസമായി കിടക്കുന്നു. ആവണങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന ജനം മാത്രം. കച്ചവട സ്ഥലങ്ങളിൽ ഒന്നും ആൾക്കാരില്ല. യാഥാർത്ഥ്യം അറിയാത്തവരും യാദവരല്ലാത്തവരുമായ പലരും ചോദിച്ചു, എന്തു പറ്റി? മധുരയ്ക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരും എവിടേക്ക് പോയി ഒളിച്ചു? വിജനമായ തെരുവുകളാണല്ലോ കാണുന്നത്. ഭീതി പരത്തുന്ന ശൂന്യത. എന്താണിത്? എന്തു പറ്റി? പലരും തന്നെത്താനേ ഇങ്ങനെ പറയുക മാത്രം. ആരും ഉത്തരം പറയാനില്ല. പലരുടെ മനസ്സിലുണർന്ന ശബ്ദങ്ങൾ ഒറ്റയായി ഊക്കായി പ്രവഹിച്ചു. പക്ഷെ ആരും അതിന് ഉത്തരമോതിയില്ല. അവിടെ നിരന്ന ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് നടന്നു. കൊട്ടാരം തുറന്നു കിടക്കുകയാണ്. എന്നാൽ അവിടെ രാജാവില്ല, ഭൃത്യന്മാരില്ല.
കാവൽ പടയാളികളും എല്ലാവരോരുത്തരും സ്വയം പറഞ്ഞു, എന്താണിത്, എന്തു പറ്റി? അത്ഭുതമായിരിക്കുന്നല്ലോ. അസുഖമായി കിടന്ന ഉഗ്രസേന മഹാരാജാവ് പോലും മധുരയുടെ കൊട്ടാരത്തിലില്ല. രാജാവ് എവിടെ? പ്രധാന അമാത്യൻ അക്രൂരൻ എവിടെ? ആചാര്യനെ ഗർഗൻ എവിടെ? ആരും മധുരയിൽ ഇല്ലേ? എല്ലാവരും ഇന്നലെ രാത്രി മധുര ഉപേക്ഷിച്ചെന്നോ? എന്താണ് അതിന് കാരണം? ആർക്കൊന്നും പിടികിട്ടുന്നില്ല പാവങ്ങൾക്ക്. കാരണമറിയാതെ കാര്യമറിയാതെ അവശേഷിച്ചവർ ഭാവനക്കൊത്ത് സംഭവങ്ങൾ സൃഷ്ടിച്ചു. അതിപ്പോഴും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും കാരണം കിട്ടിയാൽ ആ കിട്ടിയ അവരുടെ ഭാവന ഏതാണോ അതിനനുസരിച്ച് വെച്ച് കാച്ചും. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നത്. മധുരയുടെ നിർജീവമായ അവസ്ഥ കണ്ട് സത്രാജിത്ത് ഞെട്ടി. കംസാരുടെ ജനസ്വാധീനം എന്തെന്ന് യാദവ പ്രഭു മനസ്സിലാക്കി. മധുരയിൽ ആഹ്ലാദമില്ല, തെരുവിൽ വിഷാദം നിറഞ്ഞു നിൽക്കുന്നു. കണ്ണനില്ലാത്ത മധുരയാണിത്. സത്രാജിത്തും സുഹൃത്തുക്കളും തെരുവിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് കിഴക്ക് നിന്നും ഒരാരവം ഉയർന്നു വന്നത്. ആദ്യം അത് ചെറു ശബ്ദമായിരുന്നെങ്കിലും ക്രമേണ ശബ്ദത്തിന് വണ്ണം വെച്ചു വന്നു. തെരുവിൽ നിന്നവർ ആരവത്തിന് ചെവി കൊടുത്തു. എന്താണത്? എവിടെയെങ്കിലും അഗ്നി പിടിപെട്ട് വളർന്നു പോകും, കാളിന്റെ കരകവിഞ്ഞൊഴുകിയോ, പർവ്വതം നീങ്ങി വന്നുവോ? എന്താണ് ആരവത്തിന് കാരണം? ആർക്കൊന്നും പിടികിട്ടുന്നില്ല ഗുരുവായൂരപ്പ. ഈ ചിന്തകളോടെ കൊട്ടാരമുറ്റത്ത് നിന്നും മധുരയിലുള്ള ജനം ആരവം കേട്ടിടത്തേക്ക് നീങ്ങി. അസ്തരായി. കിഴക്ക് നിന്ന് വന്നവർ കോട്ടവാതിലോട് കടന്ന് ആക്രോശത്തോട് തെരുവിലേക്ക് ഓടിക്കയറി. ഭയപരവശരായ ജനങ്ങൾ വൃന്ദാവനത്തിൽ നിന്നും ഓടി വന്നവരായിരുന്നു. വൃന്ദാവനത്തിൽ നിന്ന് ഓടി വന്നവരാണ്. അവർ കിതച്ചുകൊണ്ട് കൊട്ടാരമുറ്റത്തെ ഓടി. ശബ്ദകോലാഹലം കേട്ട് അത്ഭുതത്തോടെ തെരുവിൽ നിന്ന ജനങ്ങളും അവരെ പിന്തുടർന്നു. രാജാവുണ്ടെന്ന ധാരണയോടെ ഓടിയെത്തിയ ജനം കൊട്ടാരമുറ്റത്ത് തടിച്ചുകൂടി. കിതപ്പിനിടയിൽ രാജഭക്തരായവർ പൊന്നുതമ്പുരാന് വേദന വരാതെ ശബ്ദം കുറച്ച് വിളിച്ചു പറഞ്ഞു, മഹാപ്രഭു ചതിച്ചു. സിന്ധുവിന്റെ തടത്തിൽ രാജ്യം ഭരിക്കുന്ന കാലയവനൻ കാളിന്തിയുടെ കരയിൽ താവളമടിച്ചിരിക്കുന്നു. പെരുവെള്ളം പോലുള്ള പടയുമായിട്ടാണ് അവൻ എത്തിയിരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ മധുര ഇപ്പോൾ കത്തി നശിക്കും. ഒട്ടകം ശ്മശാനമായി കഴിഞ്ഞു. അവർ മധുരയ്ക്കാണ് കുടികയറിയിരിക്കുന്നത്. ഒട്ടകം എന്ന് പറഞ്ഞൊരു ഇതുപോലുള്ളൊരു സ്ഥലം, അത് കത്തിച്ചു. ജീവിച്ചിരിക്കുന്നവരുടെ സംഖ്യ മരിച്ചവരെക്കാൾ തുച്ഛമാണ്. എല്ലാവരും മരിച്ചു. 10% ബാക്കിയുണ്ടെങ്കിലായി. കൊട്ടാരത്തിൽ തട്ടി വാക്കുകൾ ബഹിർഗമിച്ചു. ആരും ഉത്തരം പറയേണ്ടത് ഇവിടെ ആരും ഇല്ലല്ലോ. ചുറ്റും നിന്ന ജനങ്ങൾ ചെവികളിൽ അത് ഏറ്റുവാങ്ങി മനസ്സിന് നൽകി. അവർ ഭയന്നു. കാലയവനെ കുറിച്ച് അവർ കേട്ടിരിക്കുന്നു. സിന്ധുതടത്തിലെ ശക്തി ദുർഗമാണ് കാലയവന്. അവനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. വെട്ടിക്കൊല്ലുന്ന ശത്രുക്കളുടെ നയനങ്ങൾ ചൂടിനെടുത്ത് ഒരു വട്ടകയിൽ ശേഖരിച്ചു. രസിക്കുന്ന പ്രകൃതക്കാരനാണ് അവൻ. പ്രാണന് വേണ്ടി കേടുന്നവരുടെ തലമുടി ചെത്തിയെടുത്ത് പൊട്ടിച്ചിരിച്ച് ആനന്ദിക്കുന്ന സ്വഭാവമുള്ളവനാണ് അവൻ. മനുഷ്യമാംസം പീയൂഷം പോലെ ഭക്ഷിക്കുന്നവനാണവൻ. അവൻ മധുര ആക്രമിക്കുവാൻ കാളിന്തിയുടെ കരയിൽ താവളമടിച്ചിരിക്കുന്നുവെന്നോ? ശരിയായിരിക്കാം. ഇന്നലെ അർദ്ധരാത്രിയിൽ കിഴക്കേ ചക്രവാളത്തിൽ വളർന്നുയർന്ന തീഷ്ണ തീജ്വാലകൾ കാലയവനന്റെ വരവിനെ സൂചിപ്പിക്കുന്നു. അടുത്തടുത്ത ഗ്രാമങ്ങൾ അഗ്നി ഭക്ഷിച്ചതിന്റെ അടയാളമായിരിക്കാം അത്. കാലയവനൻ കടന്നു കയറിയാൽ മധുര ശൂന്യം. മണിസൗധങ്ങൾ മണൽ കൂനകളാകും. മന്ത്രസൗധങ്ങൾ മണ്ണോട് ചേരും. തെരുവുകളിൽ തളം കെട്ടിയ രക്തവൃത്തങ്ങളിൽ കബന്ധങ്ങൾ നൃത്തം വെക്കും. കാളിന്തി ചുവയ്ക്കും. കാലയവൻ മധുര മരുഭൂമിയാക്കിയതിനു ശേഷമേ ഇനി തിരിച്ചു പോകുകയുള്ളൂ. വൃന്ദാവനവാസികളുടെ മുഖങ്ങളിൽ കാലയവനന്റെ വരവിനെ കുറിച്ചുള്ള ഭീതി ഉണ്ടായിരുന്നു. വല്ലാത്ത ഭീതി ഉണ്ടായിരുന്നു. അത് കണ്ട് ഭയന്ന് പരവശരായ ജനങ്ങൾ ഭവനങ്ങളിലെ കൂടി. അവരുടെ ശിരസിന് മുകളിൽ കാലയവന്റെ ഖഡ്ഗം തൂങ്ങുന്നു. ഓരോരുത്തരും മരണം മുന്നിൽ കണ്ടു. സത്രാജിത്തിനെ വിശ്വസിച്ചിരുന്നവർ പറഞ്ഞു, നാം കാണിച്ചത് അബദ്ധമായില്ലേ? യുദ്ധമുണ്ടാവും. ഇല്ലെങ്കിലും കാലയവനം കടന്നു വരും. സ്ത്രീകളെ അവൻ പിടിച്ചു കൊണ്ടുപോകും. പുരുഷന്മാരെ വെട്ടിക്കൊല്ലും. കണ്ണുകൾ ചൂഴ്ന്നെടുക്കും. കാലയവനൻ എന്ന കാലന്റെ കാര്യമോർത്ത് മധുര പിടഞ്ഞു. സത്യം, കാലയവൻ എന്ന് പറഞ്ഞ കാലൻ തന്നെയാണ്.
ധ്യാനത്തിൽ നിന്നുണർന്ന കേശവൻ തെരുവിലിറങ്ങി. ജനങ്ങൾ കേശവന് ചുറ്റും കൂടി. മാധവ, ഞങ്ങളെ രക്ഷിക്കൂ, 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 രക്ഷക! കാലവന് എത്തിയിരിക്കുന്നു. അവൻ മധുര ചുട്ട് ചാമ്പലാക്കും മുമ്പേ ഈ നഗരത്തിൽ പീയൂഷമാകൂ. ഭഗവാനെ കേശവ, നീയും കൂടെ വിട്ടുപോയാൽ യവനും ഞങ്ങളുടെ നയനങ്ങൾ ചൂഴ്ന്നെടുക്കും. ഞങ്ങൾ നിന്നോടൊപ്പം വരികയാണ്. അതാണ് കാര്യം. അപ്പൊ കേശവൻ പറഞ്ഞു, നീ ഇല്ലടത്ത് രക്ഷ ഉണ്ടാവുന്നാണ് പാവങ്ങൾ വിചാരിക്കുന്നത്. കേശവൻ അവരുടെ സമീപം വന്നു വിനയത്തോടെ പറഞ്ഞു, രാജാവേ, ഏതാ കാര്യം? ഇതല്ലല്ലോ കാര്യം, ഇതല്ല. ഭഗവാൻ പറഞ്ഞു, പ്രിയജനങ്ങളെ, കാലയവനെ നിങ്ങൾ ആക്രമിക്കുകയില്ല. പ്രപഞ്ചശക്തിയെ ധ്യാനിച്ച് അവരവരുടെ ഭവനത്തിൽ വസിക്കുക. ആരും എന്നോടൊപ്പം യാത്ര ചെയ്യുകയോ വേണ്ട. അരുത്, എന്റെ കൂടെ വരരുത്. മാധവന്റെ വാക്കുള്ളവർക്ക് ആശ്വാസമായി. മാധവൻ രക്ഷിക്കും, അതുറപ്പുണ്ട്. എന്തായാലും ഭഗവാന്റെ നാവിൽ നിന്ന് ഒരു മുത്ത് കൊഴിഞ്ഞു വീണാൽ അത് സംഭവിച്ചിരിക്കുന്നവർക്കറിയാം. സത്രാജിത്തിന്റെ വാക്കുകൾ കേട്ടത് അബദ്ധമായി. അത് പരമദുഷ്ടനല്ലേ. എങ്കിലും കേശവന് വിരോധമില്ല. അത് സത്യമറിഞ്ഞവരുടെ സംസ്കാരമാണ്. മാധവൻ മനസ്സിൽ ഉന്നതനാണല്ലോ. ഈ സാധാരണക്കാരന്റെ മാതിരിയല്ലല്ലോ. മധുരയിൽ നിന്നിറങ്ങിയ മാധവൻ കാളിന്റെ തടത്തിലേക്ക് നടന്നു. ഇതാണ് സൈന്യങ്ങളുടെ അടുത്തേക്ക് നേരെ പോയി. നിരായുധനായിട്ടാണ് മാധവൻ യവനുടെ കരയിലെത്തിയത്. കാലയവനന്റെ പട വിശാലമായ മണൽപ്പുറത്ത് കൂടാരമടിച്ചിരിക്കുന്നത് കേശവൻ കണ്ടു. വെളുത്ത മണൽപ്പുറത്ത് അനേകം കുതിരകൾ അലഞ്ഞു നടക്കുന്നു. കേശവൻ മനസ്സിൽ ദാരുകനെ ധ്യാനിച്ചു. നിമിഷം കൊണ്ട് ദാരുകൻ എത്തി തൊഴുതു നിന്നു. ദാരുക, ഒരു കുതിരയെ തരൂ. കാലയവനന്റെ മുമ്പിൽ നിന്നും ശ്യാമളപർവ്വതം വരെ പോകണമല്ലോ. ദാരുകൻ പുഞ്ചിരിച്ചു. ചെമ്പഴുക്കാ നിറമുള്ള ഒരു കുതിര നിമിഷത്തിനുള്ളിൽ ആവിർഭവിച്ചു. ഭഗവാന്റെ മുമ്പിൽ അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ അശ്വൻ നിന്നു. ദാരുകൻ മറയുകയും ചെയ്തു. കേശവൻ അശ്വത്തിന്റെ പുറത്ത് കയറി കുതിരയെ മന്ദം നടത്തി. ഉദയസൂര്യനെ പോലെ കേശവൻ തിളങ്ങി. മണൽപ്പുറത്ത് നീല കലർന്ന പ്രകാശം പരന്നു. കാലയവനൊരു മരത്തിന്റെ ചുവട്ടിൽ കമ്പളം വിരിച്ചിരിക്കുകയായിരുന്നു. മരത്തിന് ചുറ്റും സൈനികരുണ്ട്. അവർ ജാഗരൂകരാണ്. വാളുകളും കുന്തങ്ങളും ശതഘ്നകളുമായി അവർ രാജാവിന് വൃത്തമിട്ടു നിൽക്കുന്നു. രാജാവിനെ രക്ഷിക്കണം. വലിയാള രാജാവ് ജനങ്ങളെ രക്ഷിക്കേണ്ടത് അങ്ങനെയല്ല. ഇപ്പോഴും അങ്ങനെയാണല്ലോ. രാജാവിനെ രക്ഷിക്കണം ജനങ്ങള്. 10,000 വണ്ടി വേണം പിന്നെ രക്ഷിക്കാൻ. മുമ്പിലും പിമ്പിലും സൈഡിൽ എന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഇത് അന്നും ഇന്നും ഒരുപോലെ തന്നെ, വ്യത്യാസമില്ല കേട്ടോ. കേശവൻ അല്പ ദൂരെ നിന്നെല്ലാം നോക്കി കണ്ടു. കറുത്തവരും കുറിയവരുമായ കൂറ്റൻ സൈനികർ. അവർ ധൃതിപ്പെട്ട് നടക്കുകയും എന്തോ കർമ്മത്തിൽ ജാഗരൂകരാകുകയും ചെയ്യുന്നു. ശക്തിയുള്ള കുതിരകളാണ് യവന രാജാവിൻ്റെത്. കഴുതകളും ഒട്ടകങ്ങളും സാധനങ്ങൾ ചുമ്മി വരുന്നു. സാധനങ്ങൾ എടുത്തിട്ട് വരുന്നുണ്ട്. കഴുതകളും ഒട്ടകങ്ങളും. സൈന്യങ്ങൾ പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ല. വിശാലമായ കാളിന്തിതനം ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. കേശവൻ അവരുടെ പടകുടീരത്തിനടുത്ത് കുതിരപ്പുറത്ത് നിന്നിറങ്ങി കുതിരയെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. അതുവഴി ഒന്നൊരു സൈനികരോട് കേശവൻ പറഞ്ഞു, ഒന്ന് നിൽക്ക്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഭടൻ നിന്ന്, എന്താണ് ചോദിക്കാനുള്ളതെന്ന ഭാവത്തിലും, എന്താ? ഞാൻ മധുരയിൽ നിന്ന് വരുന്ന ഒരു ദൂതനാണ്. എനിക്ക് നിങ്ങളുടെ രാജാവിനൊന്ന് കാണുവാൻ പറ്റുമോ? ഭടൻ കേശവൻ അടി മുടിയൊന്ന് നോക്കി. ഉള്ളിൽ പ്രീതി തോന്നി. ഹാരിക്ക തോന്നായിക എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് രാജാവിനെ കാണുന്നത്? ചാരവൃത്തി കാണോ? കേശവൻ പുഞ്ചിരിച്ചോടുന്നു. അല്ല, എനിക്ക് എൻ്റെ തന്നെ ഒരു കാര്യം രാജാവിനെ അറിയിക്കുവാനാണ്. അത് ശരി, ഇവിടെ നിൽക്ക്, ഞാൻ രാജാവിന്റെ സമയം അറിഞ്ഞു വരാം. ഓ തമ്പുരാൻ. ഇങ്ങനെ പറഞ്ഞ് ഭടൻ മരച്ചുവട്ടിലേക്ക് നടന്നു. മാധവൻ പടകുടീരങ്ങളെ നോക്കി നിന്നു. പല സൈനികരും കേശവന്റെ സമീപത്തൂടെ കടന്നുപോയി. അവരെല്ലാം ചെമ്പഴുക്കാ നിറമുള്ള കുതിരയാണ് നോക്കിയത്. അല്പം കഴിഞ്ഞ് ഭടൻ തിരിച്ചു വന്നു. വരൂ, രാജാവ് സന്തോഷത്തോടെ നിന്നെ കാണുവാൻ കാത്തിരിക്കുന്നു. കുതിരയെ നിർത്തിയ ശേഷം മാധവൻ ഭടനോടൊത്ത് നടന്നു. അല്പനിമിഷത്തിന് ശേഷം മാധവൻ മരച്ചുവട്ടിനടുത്തേക്ക് എത്തി. ഈ ദുഷ്ടന്റെ അടുത്തേക്ക് എത്തി. ഞൊടിയിട കഴിഞ്ഞില്ല. ഒരു ചുഴലി വന്നു. കാളിന്തി തടത്തിലെ പൂഴി മണൽ അടിച്ചുയർത്തി. അവിടെ മണൽക്കാറ്റ് താണ്ഡവം നടത്തി. സൈനികർ കരം വീശി മുഖം താഴ്ത്തി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പൊടി അടങ്ങി. കേശവൻ മരച്ചുവട്ടിലെത്തി.
കമ്പളത്തിന് മധ്യത്തിൽ ഗൗരവത്തോടെ കറുത്ത് തടിച്ച വൃത്തികെട്ട കാലേവന് ഇരിക്കുന്നു. ഭീകരമായ രൂപമാണ് അവനുള്ളത്. വദനത്തിന്റെ ആകൃതി തന്നെ ഭീഷണത ജനിപ്പിക്കുന്നതിന് കണ്ടാൽ തന്നെ എൻ്റെ അപ്പ രണ്ടും പോവും ഒന്നിച്ചിട്ട്. കണ്ണുകൾ തീരെ ചെറുതെങ്കിൽ ഏറെ വലുതാണ് പുരികങ്ങൾ. അല്ല കഴിഞ്ഞിട്ടാവും. പതിഞ്ഞ നാസിക, തടിച്ച ചുണ്ടുകൾ, കറുത്ത തരങ്ങൾ, മാംസക്കറ പറ്റിയതെന്ന് എൻ്റെ ഗുരുവായൂരപ്പ. കളഞ്ഞു വരുന്ന നഖങ്ങള്, രക്തച്ചേറണിഞ്ഞ തലമുടിക്കെട്ട്, എൻ്റെ അമ്മ. തടിച്ച കഴുത്ത്, ഉടലും ശിരസും വേർതിരിക്കാനാവുന്നില്ല. ഒന്നരപ്പടെ ഇങ്ങനെ പറ്റിയതുപോലെ. കേശവൻ ആ ദുർഭൂതത്തെ നോക്കി നിന്നു. കാലേവനു ചുറ്റും അല്പം അകലെയായി ചിലർ ഇരിക്കുന്നു. അവർ അവന്റെ മന്ത്രിമാരും ഉപദേശകരും ആയിരിക്കും എന്ന് വിചാരിച്ചു. അവർക്കും പിന്നിൽ ആയുധധാരികളായ സൈനികർ കാവൽ നിൽക്കുന്നു. കാലേവനും ചുറ്റും നിൽക്കുന്ന ഒരു മാധവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത്ഭുതകരമായ പരിവേഷം പൂണ്ട കേശവൻ അവരിൽ വിസ്മയം ജനിപ്പിച്ചത്. ആരാപ്പ ഇങ്ങനൊരാണ്? ഉഷസ്സിന്റെ ചാരുതയോടെ വരുന്ന മാധവൻ അവരിൽ ഹർഷോന്മാദം തന്നെ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടത്. ഭഗവാൻ അവരുടെ സമീപത്തേക്ക് വരികയാണ്. ഇനി ബാക്കി കാര്യം നമുക്ക് നാളെ. അഗ്രേ പശ്യാമി വേദപ്പൊരുളകൾ പൊരുളായി കണ്ട് കൂക്കുന്ന സത്യം, സൽക്കാവ്യങ്ങൾക്ക് സത്തായി മരുവിയ കരുണാസാഗരത്തിന്റെ തത്വം, മുട്ടാതോരോ യുഗത്തിൻ മുറിവിലുമൊഴുകിച്ചേർന്നിടും പുണ്യതീർത്ഥം, തൃക്കാലോർക്കുന്ന ദുഃഖങ്ങളെ അമരപദം ചേർത്തു നിർത്തും ഉമർത്ഥം.